F-35 വിമാനം, UK-യുടെ F-35 വിമാനം ഇവിടെ തിരുവനന്തപുരത്ത് 3 ആഴ്ചയായിട്ട് മഴ നനഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ ആൾക്കാർ അവിടെ അതിൽ ടാർപോളിനെങ്കിലും കൊണ്ടിടടാ എന്നൊക്കെ പറയുന്നുണ്ട് മഴ നനയാതിരിക്കാൻ. കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, അത് തൊട്ടുപോകരുത്, നമ്മൾ സാറ്റലൈറ്റിൽ കൂടെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ. എന്തായാലും നമ്മുടെ റഡാർ സംവിധാനങ്ങളിലേക്ക് കയറി വന്ന് അങ്ങനെയാണ് പണി വാങ്ങിച്ചത്. സോഫ്റ്റ്വെയർ ഡാമേജ് ഉണ്ടായാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അവരുടെ UK എന്നുള്ള വിദഗ്ധ സമിതി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോകാൻ, അതായത് ടോ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ അവരുടെ മാനുഫാക്ചേഴ്സും വരുന്നുണ്ട് എന്ന് കേൾക്കുന്നത്. അതായത് ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ പ്ലെയിനിൻ്റെ മാനുഫാക്ചറിങ് വിഭാഗവും വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ മാനുഫാക്ചർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അമേരിക്കയുടെ അവകാശവാദങ്ങളൊക്കെ പൊളിയുകയാണോ സാർ? ഇതേ പ്ലെയിനാണ് പാകിസ്ഥാന് ഈ അടുത്ത ആയിട്ട് അമേരിക്ക നൽകിയിരിക്കുന്നത്. നമ്മളിതിനെ ജൂനിയർ മാൻഡ്രേക്ക് എന്നൊക്കെ പറയും. അതായത് അങ്ങനെ ഒരു ജൂനിയർ മാൻഡ്രേക്കും കൂടെ ആണോ പാകിസ്ഥാന് അമേരിക്ക കൊടുത്തിരിക്കുന്നത്? F-35 വിമാനം അത് ഇറങ്ങിയപ്പം വിജയ് പറഞ്ഞ പോലെ അറിയാമല്ലോ, F-35 വിമാനം ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല, കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ഇന്ത്യക്ക് നമ്മൾ അങ്ങോട്ട് ബെഗ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ അടുത്തൊക്കെ അങ്ങനെ സംസാരിച്ചു. അല്ലെങ്കിൽ അതിന് നിബന്ധനകളുണ്ട്, പൈസ തന്നാലും അല്ലെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴും അതിനുശേഷം ബാംഗ്ലൂരിൽ ഒരു 3 മാസം കഴിഞ്ഞ് റോഡ് ഷോ വന്നു. Su-47 റഷ്യയുടെ ബാക്കി ഇതേ നിലവാരമുള്ള വിമാനങ്ങൾക്ക് നമ്മളന്ന് ചോദിക്കാനും പറയാനൊന്നും പോയില്ല. നമ്മളിപ്പോ Su-47 എനിക്കൊന്ന് റഷ്യയുടെ വിമാനമാണ്, 5th ജനറേഷൻ, നമ്മളത് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് തരാം കൊച്ചാട്ടാന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഏതായാലും ഇപ്പൊ വിജയ് പറഞ്ഞതുപോലെ എന്തിനോ വന്നു എന്നുള്ളതിനെ പറ്റി ഇപ്പം വേറെ ചില ദുരൂഹതകളും അല്ലെങ്കിൽ ചില കോൺസ്പിറസികളും ഒക്കെ വരുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന് അറിയത്തില്ല. കാരണം ഈ വിമാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചുമ്മാതെ പറന്നങ്ങ് നമ്മുടെ ബോർഡറിൽ വന്നതല്ല. കാരണം ആ യുദ്ധക്കപ്പലില് ബ്രിട്ടന്റെ യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് വിമാനം ചുമ്മാതെ പൊങ്ങേണ്ട കാര്യമില്ല. യുദ്ധക്കപ്പൽ ഒരു വിമാനം അതിന് ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് അവിടുന്ന് പറന്നു പോകും. അല്ലെങ്കിൽ നമ്മുടെ ഈ സൈനികാഭ്യാസത്തിന് വിമാനം പറന്നു പോകണ്ട, അവിടെ സൈനികാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് പറന്നു പൊങ്ങി നമ്മുടെ ഇവിടെ വന്നു, റിക്വസ്റ്റ് ചെയ്തു, ഇന്ധനം തീർന്നു, ഇറങ്ങിയെന്നൊക്കെയാണല്ലോ അന്ന് വന്ന റിപ്പോർട്ട്. ഈ വിമാനം പറന്ന് പൊങ്ങി നമ്മളുടെ റഡാർ സംവിധാനത്തിനകത്ത് കടന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ വേറെ ഒരു കാര്യം, റിക്വസ്റ്റ് ചെയ്ത വിമാനമല്ല ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ധനത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഇന്ധനം നിറച്ചിട്ട് തിരിച്ചു പോകാം, പിറ്റേന്ന് തിരിച്ചു പോകാം. അന്നേരം തന്നെ അവരുടെ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്റർ പിറ്റേന്ന് തന്നെ ഇവിടെ വന്നു, വേറെ ആൾക്കാരൊക്കെ വന്നു, അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ റോഡ് കിട്ടേക്കുവാ. അവിടെ ഇട്ടാ മതി എന്ന് അവന്മാര് പറഞ്ഞേക്കും. അവന്മാര് അവിടെ ഇട്ടാ മതി, ഇത് സേഫ് ആയിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റിയിടണ്ട അല്ലെങ്കിൽ മറച്ചിടണ്ട എന്ന് പറയുന്നതിനകത്ത് നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളായിട്ട് സൗഹൃദമുള്ള ബ്രിട്ടനാന്ന് പറയുന്നെങ്കിലും അവർക്ക് സാറ്റലൈറ്റിൽ കൂടി ഈ സാധനം നിരീക്ഷിക്കണം. കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് വല്ല അടിച്ചു മാറ്റുമോ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഇതിനകത്ത് ഈ സാറ്റലൈറ്റ് നിരീക്ഷണം അല്ലാത്തത് നമ്മുടെ വ്യോമത്താവളത്തിലാകണം. ഇപ്പൊ സിവിലിയൻ താവളത്തിലാണല്ലോ കിടക്കുന്നത്. വ്യോമത്താവളത്തിലാണെങ്കിൽ അതിനകത്ത് സാറ്റലൈറ്റ് നിരീക്ഷണം ഒന്നും പറ്റത്തില്ല. അടച്ചിട്ട മുറിയിലാണെങ്കിൽ നടക്കത്തില്ല. അപ്പൊ അത് 4 കയറ്റിയിട്ടൊക്കെയാണ് അതിന് വാടക വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അറിയാം, ഇന്ത്യ ഈ സൗഹൃദ രാജ്യമായതുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവനിവിടെ കിടക്കട്ടം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ സാധനം ഇറക്കി അത് ലോക്ക് ചെയ്ത് തന്നെയാണ്. ആ സാങ്കേതിക വിദ്യ കറക്റ്റ് ആണ്. ഇലക്ട്രോണിക് ലോക്കിംഗ് ആണെന്ന് പറയുന്നത്, റഡാർ സംവിധാനത്തിൽ ലോക്ക് ചെയ്താണെന്ന് പറയുന്നത്. ഏതായാലും ഇവന്റെ ഒരു 10-30 കൊല്ലത്തെ പ്രയത്നമാണെന്ന് പറയുന്നു. ഈ സായിപ്പന്മാരെല്ലാം കൂടെ, മുന്തിയ ആൾക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു വിമാനം. ഇത് ഏറ്റവും നമ്പർ ഓഫ് വിമാനങ്ങൾ ബാക്കിയുള്ള വിമാനത്തെക്കാട്ടിലൊക്കെ അമേരിക്കയുടെ കൂടുതലുമുണ്ട്. ഭയങ്കര ചെലവുള്ള വിമാനമാണ്. ഏതായാലും ഇവന്റെ ലോക്ക് ചെയ്ത് ഇവന്റെ സാങ്കേതിക വിദ്യ ഇവന് എന്ത് ചെയ്താൽ ഇത് തിരിച്ച് ആ പഴയ അവസ്ഥയിൽ ആ വിമാനം ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാത്ത കാര്യത്തിൽ തന്നെ കിടക്കുന്നു. ഞാൻ അതിനകത്ത് ഇനി എത്ര വലിയ തിയറി പറഞ്ഞാൽ ഇപ്പൊ തന്നെ അതിന്റെ മാനുഫാക്ചർ ഇവിടെ വന്നു. കഴിഞ്ഞ ദിവസം 40ഓളം എഞ്ചിനീയേഴ്സ് ഈ പറയുന്ന ലോക്മാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം വന്നതൊക്കെ ഇതിന്റെ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ ഇതിന് പറ്റിയ പിഴവ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് ഇവന്റെയൊക്കെ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ പണി അറിയാവുന്നവർ ഇന്ത്യനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിവിടെ വന്നതിനകത്ത് നമ്മുടെ പർപ്പസ്ഫുള്ളി ഇത് ഇന്ധനം തീർന്ന നിങ്ങൾക്കറിയാമല്ലോ, ഒരു യുദ്ധവിമാനം ഇതുപോലെ 5th ജനറേഷൻ യുദ്ധവിമാനം ഇന്ധനമില്ലാതെ പറന്നു പോകുന്നു. ഇവര് പറയുന്ന സാങ്കേതിക അല്ല,
കാലാവസ്ഥാ വ്യതിയാനം ഏതിടത്തും ഇറങ്ങാൻ പറ്റും അറിയാം. ഇത് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാതയും വ്യോമപാതയും വേണ്ട. താപ്പോട്ട് വന്ന് ഇപ്പൊ നമ്മുടെ പക്ഷികൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങും, കുത്തനെ. അപ്പൊ എല്ലാ രീതിയിലും അപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം ഒന്നും അത് ഈ പറയുന്നത് ഒന്നും അതിന് കാരണമല്ല. അപ്പൊ ഇന്ധനം തീർന്നിട്ടും വരത്തില്ല. ഇവിടെ വന്ന് ഇറങ്ങാൻ നമ്മുടെ പ്രതിരോധ സംവിധാനം, സിന്ധുവിന് ശേഷം നമ്മുടെ പ്രതിരോധ സംവിധാനം എല്ലാം അലേർട്ട് ആണല്ലോ. അപ്പൊ ഈ F-35ക്ക് പ്രതിരോധ സംവിധാനത്തെ, നേരത്തെ വന്നത് പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി അമേരിക്കയും ഈ ചേട്ടനും എല്ലാം കൂടെ നടത്തിയ ഒരു പണിയാണ്. പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അല്ലെങ്കിൽ അത് നമ്മൾ റഷ്യയും ഈ പറയുന്ന ബ്രിട്ടനും കൂടെ ഇപ്പം ഒരു ക്രൈസിസിലേക്ക് പോകുന്നുണ്ട്, യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട്. റഷ്യ എന്നൊരു വലിയ പടക്കപ്പൽ, ഒരു ദ്വീപ് പോലുള്ള പടക്കപ്പൽ ഏത് സാഹചര്യത്തിലും അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന അവിടേക്ക് നീങ്ങുന്നുണ്ട്. റഷ്യയുടെ നാവികസേന ഇത് കണ്ട് വേണ്ട കരുതൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഈ യുവാക്കൾക്കെല്ലാം വളരെ വലിയ ട്രെയിനിങ് കൊടുക്കുന്നു, ബങ്കറുകളുണ്ട്. അപ്പൊ ഒരു ഏറ്റുമുട്ടലിന്റെ സാധ്യതയിലേക്ക് പോകുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യ, റഷ്യയുടെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും നമ്മളും റഷ്യയും തമ്മിലുള്ള ഒരു കാര്യം അറിയാലോ. റഷ്യ ഈ ഒന്നും മറച്ചു വെക്കാതാണ് S-400 നമുക്ക് തന്നപ്പോഴും അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ തന്നത് അതിലേക്ക് പോലും കൊടുത്തില്ല. അതാണ് നമ്മളത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്താക്കി നമ്മൾ വേറെ രീതിയിലേക്ക് സുദർശന ചക്ര അല്ലെങ്കിൽ ആകാശ് മിസൈൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രതിരോധ സംവിധാനത്തെ ഓവർകം ചെയ്യാൻ സാധിച്ചാൽ അത് റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തിന് സമാനത ഉള്ളതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ മികച്ചതായിരിക്കുമല്ലോ. മികച്ചതായതുകൊണ്ടാണല്ലോ ഉക്രൈൻ ആക്രമിക്കാൻ പറ്റുന്ന റഷ്യ. ഇവിടെ നോക്കിയിട്ട് ചൈനയുടെ ഏറ്റവും വലിയ സംവിധാനങ്ങളും വിമാനങ്ങളും ഏറ്റവും ആധുനിക മിസൈലുകളും ഡ്രോണുകളും തുർക്കി പറഞ്ഞ ഞങ്ങളുടെ ഡ്രോൺ ലോകത്ത് ആർക്കും തടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഇവന്മാര് ഡ്രോൺ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. ഫ്രാൻസിനെയൊക്കെ വിറപ്പിച്ചിട്ടുണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ച്. അപ്പൊ ഇവിടെ വന്നപ്പോ ഇതെല്ലാം തറയെ വീണ്. ഇപ്പൊ ഡ്രോൺ മേടിക്കാൻ കാശില്ല. അപ്പൊ പിന്നെ മാത്രമല്ല, ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആ സൗഹൃദ രാജ്യങ്ങളുമായിട്ടുള്ള, ഇപ്പൊ റഷ്യയ്ക്കകത്തൊരു യുദ്ധം തുടങ്ങുമ്പോൾ എന്തായാലും ഇന്ത്യ അതിന്റെ ഒരു സഹായം ചെയ്തു കൊടുക്കുമല്ലോ, നീക്കങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ, പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട്. അപ്പൊ അതിനെയൊക്കെ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ എത്രത്തോളം ഇവിടുന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇതൊന്ന് കയറി നോക്കിയാൽ കയറാൻ പറ്റുമോ, ഏറ്റവും വലിയ കൊമ്പനാനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കയറ്റിയതാ. അത് അവിടെ കൊണ്ട് കയറ്റിയപ്പോ തന്നെ അവർ അത് ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി പറയാനുള്ള പരിജ്ഞാനം എനിക്കില്ല. എന്തായാലും ഒരു പണി നമ്മൾ പറയുന്നത് ഷെഡിലാക്കിയിട്ടുണ്ട്. ഒരു മുട്ടൻ പണി കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇത് പൊളിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി വലിയൊരു നാണക്കേടാ കേട്ടോ. നമ്മൾ ഈ പറയുന്നതല്ല. നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടൂറിസത്തിന്റെ ഒരു ട്രോള് നമ്മൾ വിട്ടില്ലേ. ഈ ട്രോൾ ഇപ്പം ഈ യൂറോപ്യൻ മാധ്യമങ്ങളിൽ അതുവരെ ഇവന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു അപകടം പറ്റിയാൽ, നമുക്കൊരു ക്ഷീണം പറ്റിയാൽ ഈ യൂറോപ്യൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ ചൈന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ നമ്മളെ കൊന്നു വെക്കുമല്ലോ. നമ്മുടെ സിന്ധൂരിന്റെ കാര്യം BBC സിന്ധൂരിന്റെ കാര്യം അറിയാമായിരുന്നല്ലോ. നമ്മുടെ ഒന്നും വീണില്ലെങ്കിലും വീണെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ആഘോഷിക്കുക, അവസാനം യഥാർത്ഥ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വന്നു. നമ്മൾ അതുപോലെ പബ്ലിസിറ്റി കൊടുത്തു, നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് പറയേണ്ടി വന്നു. അപ്പൊ ഇത് ഈ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം F-35 എന്ന വിമാനം ഇവിടെ കിടക്കുന്നു. നമ്മൾ ടൂറിസത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രോള് ചെയ്യുമ്പോൾ ഇവൻ ഇവിടുന്ന് പോവാൻ ഇഷ്ടമില്ല, ഇവൻ ഈ കേരളത്തിലെ വന്ന പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ പലതരത്തിലുള്ള ട്രോൾ വന്നു. ഇത് മാധ്യമങ്ങളിൽ വലിയ പ്രശ്നമായി. ഇന്നലെ ബ്രിട്ടനകത്തുനിന്ന് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വാർത്താ കുറിപ്പൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വിമാനത്തെ പറ്റി. അതായത് F-35 എന്ന് പറയുന്ന വിമാനം കൊള്ളുകില്ലാത്ത ഒരു വിമാനം, അല്ലെങ്കിൽ ഇത്രയും ഏറ്റവും ആധുനികം എന്ന് പറയാം, ഇതിന്റെ ക്രെഡിറ്റേ പോയി. നമ്മളെങ്ങാണ് അവിടെ ചെന്ന് ഒരു കാര്യം നോക്കിയോണം, നമ്മുടെ ഇപ്പൊ ഒരു യുദ്ധവിമാനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സംവിധാനം അവിടെ ചെന്ന് ഇതുപോലെ പറന്നിട്ട് അവന്റെ അതിനകത്തോട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ, അവിടെ കാണാൻ ഇവിടെ ഒരു മണിക്കൂർ കടന്നു പോയായിരുന്നെങ്കിൽ ഈ ദേശീയ മാധ്യമങ്ങളെല്ലാം കൂടി ഇത് പൊളിച്ചടുക്കി കൈത്തരുമായിരുന്നല്ലോ. ഇപ്പൊ ഇത് മറച്ചു പിടിച്ചേക്കാണ്. ഇപ്പൊ ഇതും അങ്ങ് പൊളിഞ്ഞു. എല്ലാ രീതിയിലും നാണക്കേടായിട്ട്. അതായത് F-35 എന്ന് പറയുന്ന ഈ വിമാനം നമ്മളിലെ പറഞ്ഞതുപോലെ സിന്ധൂറിന് ശേഷം ചൈനക്കാരന്റെ മിസൈലും തുർക്കിക്കാരന്റെ ഡ്രോണും പ്രതിരോധ സംവിധാനവും ഒക്കെ ലോകത്ത് ആശങ്കയോടുകൂടി നോക്കി കാണുന്ന പോലെ ഈ വലിയ വിലയുള്ള, ഈ വലിയ 10-30 കൊല്ലം ആണ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെന്നൊക്കെയാ പറയുന്നത്. ഇതിന് മൊത്തത്തിൽ ഈ അമേരിക്കൻ കമ്പനി 11ഓളം രാജ്യങ്ങൾക്കാണ് ഈ വിമാനം വിറ്റിട്ടുണ്ടെന്നാ പറയുന്നത്. അതായത് 11 രാജ്യങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാനും കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട്. പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ മേടിക്കാൻ നിൽക്കുക. കൊടുത്തിട്ടുള്ളത് എനിക്കറിയത്തില്ല. കാരണം കൊടുക്കും, കാരണം കാശ്മീരിലേലും പുള്ളി കൊടുക്കും. കാരണം ഇന്ത്യക്കെതിരെ
എങ്ങനെയാലും ഒന്ന് കയറ്റിവിടാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഇതാണ്. അതായത് പണിയാൻ തന്നെ വന്നതാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യ ഇതിനകത്ത് നാളെ കൃത്യമായിട്ട് ഈ ഇത് നിലപാടെടുത്തത്. നമുക്ക് വേണമെങ്കിൽ ലോക്കിംഗ് സംവിധാനം അഴിച്ചു കൊടുക്കുക, ഇവൻ അഴിച്ചുകൊണ്ട് പോയാൽ മതി. ഇവൻ അല്ലെങ്കിൽ ഇവന്ന് പറക്കണം, ഇവൻ അഴിക്കണം, ഇവന് ചിറകഴിക്കണം, മൊത്തം അഴിച്ചിട്ട് വലിയ പ്രയാസപ്പെട്ട് ആക്രി രൂപത്തിൽ തിരിച്ചു കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വന്നാൽ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വന്നാലത്തുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇത് അകത്ത് കയറ്റിയിടാൻ അവന്മാർക്ക് പറ്റുമോ? അകത്ത് കയറ്റിയിട്ടാൽ നമ്മളതിനകത്ത് വല്ല സാങ്കേതിക വിദ്യ നമ്മുടെ വിശ്വാസം ഇല്ലല്ലോ, വല്ല അടിച്ചു മാറ്റുമോ എന്നുള്ള രീതിയിൽ. ആദ്യം ഒരുത്തനില്ലേ കോഴി മുട്ടയുടെ അടുത്ത് മുട്ട മാറ്റി വെച്ചാലും ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന പോലെ അടയിരിക്കുന്ന പോലെ ആയിരുന്നല്ലോ പൈലറ്റിന്റെ വട്ടം വരുന്നത്. അവസാനം പൈലറ്റിനെ അവന്മാർ വന്ന് കയറ്റിക്കൊണ്ടുപോയി. ഇപ്പൊ അത് പൊതുസ്ഥലത്തിട്ടേക്ക് നിരീക്ഷിച്ചോണ്ടിരിക്കുക. അപ്പൊ ആകപ്പാടെ നാണക്കേടായി. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഇന്ത്യക്കകത്തോട്ട് വന്ന് പണിയാനും അല്ലെങ്കിൽ ആലോചിച്ചാലും എന്തുവാന്ന് അറിയത്തില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ ദൈവാനുഗ്രഹമാണോ എന്തോ ഒരു ശക്തി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പണി മേടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ആലോചിക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. ഇപ്പൊ യുവമാരൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സോക്കേട് അറിയാമല്ലോ. നമ്മളെ പാമ്പ് പിടുത്തക്കാരനും നമ്മളെ കൈനോട്ടക്കാരന്റെ ആളുമായിട്ടൊക്കെ കണ്ട് പഴയ രീതിയിൽ നമ്മളെ അങ്ങ് കണ്ട് അല്ലെങ്കിൽ കളിയാക്കി അവന്മാർ ഏതാണ്ടൊക്കെ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇപ്പൊ ഇവിടെ വന്ന് പണി മേടിച്ച് ഇവിടെ കിടക്കുക, ഇവിടെ പലവട്ടം ഇറങ്ങി ഇനിയിപ്പോ പൊളിച്ചോണ്ട് പോകാനുള്ള വലിയ വിമാനം വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഏതായാലും ഇതിനകത്ത് ഈ പറയുന്ന കാര്യം വലിയ വലിപ്പത്തിൽ ഉണ്ടാകാം. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് റഷ്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കാൻ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്ത് കടന്നു കയറാൻ സാധിച്ചാൽ ഈ F-35 ഉപയോഗിച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ അവരെ ആക്രമിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗം കൂടി ആയിരിക്കാം ഈ വിമാനം ഇവിടെ കയറിയത്. ഏതായാലും കൃത്യമായിട്ട് കടന്നു കയറിയതാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ പണി കൊടുത്തത്. ആ പണിയും കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സംവിധാനങ്ങൾ എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.